നീണ്ട ഇടവേളയ്ക്ക് ശേഷമായി ഹോം വ്ലോഗുമായി എത്തിയിരിക്കുകയാണ് സിന്ധു കൃഷ്ണ. വീട്ടിലെ വിശേഷങ്ങളും ജിമ്മിൽ പോയതും ഓമിയോടൊപ്പമുള്ള നിമിഷങ്ങളുമൊക്കെയായിരുന്നു പുതിയ വീഡിയോയിൽ. തൻവിയുടെയും അഹാനയുടെയും വിവാദ വീഡിയോയ്ക്ക് ശേഷമായാണ് സിന്ധു കൃഷ്ണ വ്ലോഗുമായി എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 2-3 ആഴ്ച അത്ര നല്ല അവസ്ഥയിലായിരുന്നില്ല. സംഭവിക്കാൻ പാടില്ലായിരുന്നു പലതും. ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. ഒരു പക്ഷേ നമ്മൾ പറഞ്ഞാൽ ചെയ്യുന്ന പോലത്തെ സിറ്റുവേഷനിലല്ലായിരുന്നു. ഒരുപാട് വിശദീകരണമോ ഞങ്ങളുടെ ഭാഗത്തെക്കുറിച്ച് പറയാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പിടിച്ചു കൊണ്ടിരിക്കുന്ന മൊബൈലിനകത്ത് ഇതെല്ലാം പ്രൂവ് ചെയ്യാനുള്ള ഒരു തെളിവുണ്ട്. അത് ഞാൻ ഒരിക്കലും ചെയ്യുന്നില്ല. പേഴ്സണലി നമ്മളുമായുള്ള കണക്ഷനുള്ളവരും സുഹൃത്തുക്കളും എല്ലാം അറിയാം. ഒരു ദിവസത്തെ കാര്യമല്ല ഇതൊന്നും. എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും അറിയാവുന്നവർക്ക് എല്ലാ സംഭവങ്ങളും അറിയാം. പബ്ലിക് നമ്മളെ ജഡ്ജ് ചെയ്യുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ചെയ്തതും നമ്മുടെ ഫീലിങ്സുമൊക്കെയാണ് പ്രധാനപ്പെട്ടത്. പേരൻസിന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു എന്നത് ലിസ്റ്റിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. ആരെയും കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല ഒന്നും. 20 പ്രാവശ്യം അവരുടെ കൂടെ പോയെങ്കിലും ഒരു തവണയായിരിക്കും ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നത്. പക്ക ഡെയിലി നടക്കുന്നതൊന്നുമല്ല ഞാൻ കാണിക്കാറുള്ളത്. ഡാഡിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടിയുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. ഒന്ന് മറ്റൊന്നിന് ഫേവറബിളല്ലാത്ത തരത്തിലുള്ള മരുന്നുകളായിരുന്നു കഴിച്ചിരുന്നത്. കാർഡിയാക്ക് അറസ്റ്റിനുള്ള സാധ്യതയുണ്ടായിരുന്നു. മരിക്കുന്നതിൻ്റെ തലേന്ന് വൈകുന്നേരം നടത്തിയ ടെസ്റ്റിലും ഓക്കെ ആയിരുന്നു എല്ലാം. വീഡിയോയിലൂടെ കാണിച്ചതൊന്നുമല്ല എൻ്റെ ലൈഫ്. ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ പേരൻസിൻ്റെ കാര്യങ്ങൾ ചാർട്ട് ചെയ്താണ്. ഈ പേരൻസിന് വേണ്ടി ചെയ്തിരുന്ന ഹെൽപ്പൊക്കെ ഞങ്ങളുടെ കമ്പനിയിലോ കിറ്റ് തരുന്നതോ പിള്ളേർക്ക് വെച്ചതോ ഒക്കെയാകും. ഇവിടെ ഇത്രയും ചിലവ് വരുമ്പോൾ അവർക്കായും കൂടുതൽ ഹെൽപ്പ് വേണ്ടി വരുമ്പോൾ അങ്ങനെ ഞാൻ ചിന്തിച്ചു പോവാറുണ്ട്. എന്തിനാണ് അവർക്ക് വേണ്ടി ഇത്ര കൂടുതൽ പൈസ ചിലവാക്കുന്നതെന്ന് മക്കളോ കിച്ചുവോ എന്നോട് ചോദിച്ചിട്ടില്ല. പക്ഷേ എനിക്കപ്പോഴും ഒരു ഗിൽറ്റുണ്ടായിരുന്നു. ഞാനായിട്ട് സമ്പാദിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഫ്രീഡമായിരുന്നു. അവർക്ക് വേണ്ടി ഇത്ര ചിലവാക്കി എന്ന് ആരോടും പറയേണ്ടതില്ലല്ലോ. ഉള്ളിൽ ഗിൽറ്റി ഫീലും വരില്ലല്ലോ. യൂട്യൂബ് ചാനൽ തുടങ്ങാനുണ്ടായ കാരണങ്ങളിലൊന്നും ഇതാണ്. അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തത് സന്തോഷത്തോടെയാണ്. വലിയൊരു എമൗണ്ട് വരുമ്പോൾ ഞാൻ പിള്ളേരോട് പറയാറുണ്ട്. അവരെല്ലാം തരാറുമുണ്ട്. കുറേ തെറ്റിദ്ധാരണകളുണ്ട്. അതേക്കുറിച്ച് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നും ഒരു പീസ് ലവറായിരുന്നു ഞാൻ. അത് കിട്ടാതെ വരുമ്പോൾ മാറി നിൽക്കുകയും സൈലൻ്റ് ആവുകയും ചെയ്യുന്ന ആളാണ് ഞാൻ എന്നുമായിരുന്നു സിന്ധു കൃഷ്ണ പറഞ്ഞത്.